ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ മാരുതി 800-ൻ്റെ ബാക്കിലെ ലൈറ്റ്, റിയർ കോമ്പിനേഷൻ ലൈറ്റ് ഒന്ന് മോഡിഫിക്കേഷൻ ചെയ്യാൻ, ചെറിയ രീതിയിൽ, ഒരുപാട് വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ നമ്മളൊന്ന് ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും ഇതിനുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യണേ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ നമുക്ക് ആദ്യം ലൈറ്റ് ഒന്ന് അയച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ അയച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ വിശദമായിട്ട് വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്കൊന്ന് അയച്ചെടുക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റ് ആദ്യം അയച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് അയച്ചെടുക്കുകയാണ്. അപ്പോൾ അവിടെ 4 സ്ക്രൂ ഉണ്ട്. അതിന് ആദ്യം മേളിൽ 2 താഴെ 2. അപ്പോൾ ആദ്യം 4 സ്ക്രൂ നമ്മൾ അയച്ചെടുത്താലാണ് ഇത് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സ്ക്രൂ അയച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ താഴത്തെ നമ്മൾ സ്ക്രൂ ലൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അത് മേളിലത്തെ കൂടി അയച്ച് നമ്മൾ ഇത് പുറത്തെടുക്കുകയാണ്. അവിടെ ഇത് പാക്കിംഗ് ഉണ്ട്. ആ പാക്കിങ് വേറെ അടുത്ത് കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ വെള്ളം കയറാനകത്ത്. അപ്പോൾ അതുകൊണ്ട് ഹോൾഡർ ബൾബ് നമ്മൾ ഊരി വയ്ക്കുക. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങൾ ഊരിയിടാൻ പറ്റും. നമുക്ക് ഒരു ലോക്കാണ്, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഊരാമെന്നുള്ളൂ. ലോക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഊരി പോരും. ഇതുപോലെ ഊരി എടുത്തിട്ട് നമ്മൾ ലൈറ്റ് മാറ്റിയെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലൈറ്റ് അതിനകത്ത് അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ അയച്ചെടുത്ത ലൈറ്റ്. ഇതാണ് നമ്മൾ ലൈറ്റ്. ഇനി നമുക്കിതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് നമ്മൾ ഊരിയെടുക്കണം. ഈ കാണുന്ന ഗ്ലാസ് നമ്മൾ ഊരണം. ഇതെന്ന് വെച്ചാൽ നമുക്ക് ചൂടാക്കി ഇത് ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഹീറ്റർ വേണം. ഇതിന് വേണ്ടിയിട്ടൊരു ഹീറ്റർ വേണം. അപ്പോൾ ഹീറ്റർ ഉപയോഗിച്ചാണ് ഇത് ഊരിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഹീറ്ററൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളതിൻ്റെ ഇത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മളെ ഹീറ്ററാണ്. ഈ ഹീറ്റർ കൊണ്ട് നമ്മൾ ഇത് ഊരിയെടുക്കണേ. ഇതുകൊണ്ട് ഇങ്ങനെ നമ്മൾ പ്ലഗിൽ കുത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ ചൂടാക്കിയാണ് നമ്മൾ ഇതിങ്ങനെ ഓക്കെ. അപ്പം നമ്മളത് ഹീറ്റ് ചെയ്ത് ഒരുപാട് സമയം എടുക്കണം. കാരണം നമ്മളത് ഫുള്ള് വീഡിയോ കാണിക്കണില്ല. അപ്പോൾ അതാണ് നമ്മൾ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഹീറ്റ് ചെയ്തെടുത്ത് നമ്മൾ ഇതിന് മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ ഓരോ നമ്മൾ ഏത് ലൈറ്റാണോ നമുക്ക് എന്ത് ഡിസൈനാണ് വേണ്ടത് വെച്ചാൽ അതിന് ഡിസൈനൊപ്പം നമ്മൾ മാസ്കിൻ ടേപ്പ് ഒട്ടിച്ച് നമ്മൾ ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് പിന്നെ നമ്മളതിനകത്ത് പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. മാറ്റ് ക്ലിയർ ആണ്. നമ്മളിതിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. ഈ കുലുക്കി അടിക്കുന്ന പെയിൻറ്റാണ്. ഇത് ഏകദേശം ഒരു 150-160 രൂപ അടുത്തോളം വില വരുന്നുണ്ട് ഇത്. അപ്പോൾ ഈ പെയിൻ്റാണ് നമ്മളിതിനെ ഉപയോഗിച്ചാൽ മാറ്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇതാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ചേക്കണേ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമ്മളിപ്പോൾ ഏകദേശം ഇതെല്ലാം നമ്മൾ മാസ്ക് ചെയ്ത് ടേപ്പ് കൊണ്ട് മാസ്ക് ചെയ്ത് നമ്മളിപ്പോൾ ഈ ഡിസൈനാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ ഉദ്ദേശിച്ച ഡിസൈൻ. ഇവിടെ ഇങ്ങനെ 2 റെഡ് ലൈൻ, ഇവിടെ വൈറ്റ്, ഇത് ഇൻഡിക്കേറ്ററാണ്. ഇത് നമ്മൾ റിവേഴ്സ് ലൈറ്റാണ് നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു സിൽവറിൻ്റെ ഇത് നമ്മളിതിന് മുകളിലൊരു ബീഡിങ് ഉണ്ടായിരുന്നു, സിൽവർ ക്രോമിങ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് വരുന്നതുകൊണ്ട് ആ ക്രോമിങ് ഒരു ഭംഗിയില്ലാത്തതുകൊണ്ട് നമ്മൾ ആ ക്രോമിങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇതിലേക്ക് വീണ്ടും പശയിട്ട് തന്നെ ആ പശ നമ്മൾ ചൂടാക്കി തന്നെ ഹീറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇതിലേക്ക് ഒട്ടിച്ചേക്കണേ. അപ്പോൾ ഒരു രീതിയിലും വെള്ളം കയറാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തേക്കണേ. വെള്ളം കയറുന്നത് പേടിക്കൊന്നും വേണ്ട. നമ്മൾ ഇതിനകത്ത് 4 സ്ക്രൂ ഉണ്ട്. ആ സ്ക്രൂവും അഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ ലെൻസ് ഊരിയിട്ട് ആണ് ഇത് ഹീറ്റ് ചെയ്ത് നമ്മൾ റെഡിയാക്കിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അതിനകത്ത് വെള്ളം കയറില്ല, 100% ഉറപ്പാണ്. നന്നായിട്ട് നമ്മൾ സീലൻ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും ചൂടാക്കി തന്നെ ഇത് പ്രസ് ചെയ്ത് ഒട്ടിച്ചെടുത്താണ്. വെള്ളം കയറുന്നുള്ള പേടിയൊന്നും വേണ്ടായിരിക്കും. അത്ര നല്ല ഫിനിഷിംഗ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾക്കും വീട്ടിൽ സ്വന്തമായിട്ട് ചെയ്യാവുന്നതുള്ളത്. ഒരു ഹീറ്റർ വേണമെന്നുള്ള ഹീറ്ററും പെയിൻറ്റും വേണം. പെയിൻറ്റും പിന്നെ ടേപ്പും വേണം, മാസ്കിൻ ടേപ്പ്. പിന്നെ ആ സിലിക്കോൺ ഇട്ട് കൊടുക്കണം. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് ഒട്ടി വെള്ളം കയറാണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്കിത് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഹീറ്റർ ഉപയോഗിച്ച് നോക്കണം മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ ലെൻസ് ഉരുകി പോകാനും ഹീറ്റായി പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ഫിറ്റ് ചെയ്ത് നമുക്ക് ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നും ഇതിൻ്റെ ഇൻഡിക്കേറ്റർ എവിടെയാണ്, റിവേഴ്സ് ലൈറ്റ് എവിടെയാണ്, പാർക്ക് എവിടെയാണ്, ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് അറിയാൻ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ ഫിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെ, ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് പിടിപ്പിക്കുന്ന ഇൻഡിക്കേറ്ററിൻ്റെ ബൾബാണ്. അത് നമ്മൾ സെൻട്രലായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റർ വരാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മൾ സെൻട്രലിൽ കണക്ട് ചെയ്യാം. ഇതിനകത്ത് ലോക്ക് ഉണ്ട്. ആ ലോക്കിനകത്ത് വെട്ടുണ്ട് കേട്ടോ. വെട്ടിൽ ഓരോ വീതി കൂടിയും വീതി കുറഞ്ഞതും ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇതിനകത്തേക്ക് ഇത് കറക്റ്റായിട്ട് കയറിയിട്ട് ഇങ്ങനെ ഉണ്ടോ ഇപ്പോൾ ടൈറ്റ് ചെയ്തു. അപ്പോൾ അത് ഇൻഡിക്കേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സാണ് കൊടുക്കേണ്ടത്. റിവേഴ്സ് നമ്മൾ ഏറ്റവും അടിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് അതിൻ്റെ വെട്ടിലേക്ക് കറക്റ്റാണ് വെട്ടിൽ കയറാൻ പാകത്തിന് നമുക്ക് ഇതിനകത്ത് ഓരോ വെട്ടുകൾ കാണുന്നുണ്ട്. അതിൻ്റെ വീതി കൂടും വീതി കുറവുമുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാൻ പാകത്തിന് വെച്ചിട്ട് ഉണ്ടോ. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ട് തിരിച്ചു കൊടുത്തു. ഇനി നമുക്ക്
നമ്മൾ റിവേഴ്സിൻ്റെ അല്ല ബ്രേക്കിൻ്റെയും പാർക്കിൻ്റെയാണ് കേട്ടോ. അതും കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം. 4 സ്ക്രൂ ഉണ്ട് ഇതിന്. 4 സ്ക്രൂ വെച്ച് നമുക്കിത് മുറുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ 4 സ്ക്രൂ ഉണ്ട്. 4 സ്ക്രൂവിലേക്ക് വിരിച്ച് കയറ്റി കൊടുക്കണം. പിന്നെ നമ്മളിതിനകത്ത് നമ്മുടെ ആ ഒരു ബ്രേക്ക് ലൈറ്റിന് നമ്മൾ ബൾബ് മാറിയിട്ടുണ്ട്. ഒരു പ്രത്യേക ലൈറ്റാണ് അതിനകത്ത് കൊടുക്കുന്നത്. ഡിമ്മ് ആവണ ടൈപ്പ് ലൈറ്റ് കൊടുത്താണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാം. ഇടയ്ക്കൊന്ന് കയറി നമ്മളിത് നോക്കുന്ന സമയത്ത് അതും കൂടി ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിലത്തെ സ്ക്രൂ കൂടി പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം കേട്ടോ. നിങ്ങൾക്ക് വീട്ടിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് ഈ ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. ഇത് അഴിക്കാനുള്ള സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വേണം. പിന്നെ ഹീറ്ററും മാസ്കിൻ ടേപ്പ്. നമ്മൾ പെയിൻറ്റ് ഏതാണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ മാറ്റ് ക്ലിയർ ആണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അടിക്കാനകത്ത്. അപ്പോൾ അതിനുള്ള ഏതാണെന്ന് വെച്ചാൽ അതും കൊണ്ട് നിങ്ങൾ കണ്ടെത്താം. ഇപ്പോൾ നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യണത് അങ്ങനെ നോക്കാം. 2 സൈഡിലും നമ്മൾ ബ്രേക്ക് നമുക്ക് ആദ്യം തന്നെ പാർക്ക് ഇട്ട് വെക്കാം. പാർക്ക് ലൈറ്റാണ് ആദ്യം ഉപയോഗിക്കണത്. അപ്പോൾ ഞാൻ പാർക്ക് ലൈറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ പാർക്ക് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പാർക്ക് ലൈറ്റ് നല്ല 2 ഇതാണ് ലൈനിൽ മാത്രം മേളിൽ കൊടുത്താൽ 2 ലൈനിലാണ് പാർക്ക് ലൈറ്റായിട്ട് കത്തുന്നത്. പാർക്ക് ലൈറ്റും കത്തിയിട്ട് ഇനി നമ്മൾ ഇതിന് അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ലൈറ്റും ചേക്കാം. ബ്രേക്ക് ലൈറ്റും അതിൽ തന്നെയാണ് കത്തണേ. അപ്പോൾ അടുത്ത് നമ്മൾ ചവിട്ടാൻ പോകുന്നത് ബ്രേക്ക് ലൈറ്റാണ്. കണ്ടോ, ബ്രേക്ക് ലൈറ്റ് തെളിയുമ്പോൾ നമ്മൾ ചവിട്ടുമ്പോൾ മിന്നി തെളിയുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് മിന്നി തെളിയുന്ന ടൈപ്പ് ബ്രേക്ക് ലൈറ്റാണ്. ബൾബായിട്ടാണ്. ആ ബൾബിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആ ബൾബ് എങ്ങനെയാണെന്ന് വെച്ചാൽ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ബ്രേക്ക് ലൈറ്റാണ്. ഇനി നമ്മൾ പാർക്ക് ഓഫ് ചെയ്യാണ്. പാർക്ക് ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം. അപ്പോൾ നമ്മളിനി അടുത്തായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇൻഡിക്കേറ്റർ റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇട്ട് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്. റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ടോ? ആ റൗണ്ടിൽ കത്തുന്നുണ്ടോ? ഇൻഡിക്കേറ്റർ കത്തുന്ന റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ നമുക്ക് കത്തുന്നുണ്ടോ? സ്റ്റാർ പോലെ കത്തുന്നുണ്ടോ? ഇനി നമുക്ക് ഇതിൻ്റെ റിവേഴ്സ് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാം. റിവേഴ്സ് ലൈറ്റ് ഓക്കെ. ഇഗ്നിഷൻ ഇപ്പോൾ നമ്മൾ റിവേഴ്സ് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഇട്ട് നോക്കാം. ഇപ്പോൾ പാർക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റർ. ഇനി നമ്മൾ റിവേഴ്സ് ഇട്ടിട്ടുണ്ട്. റിവേഴ്സ് കഴിഞ്ഞിട്ടുണ്ടോ? റിവേഴ്സ് കഴിഞ്ഞില്ല അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ റിവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക് കൂടി ചവിട്ടും. അപ്പോൾ നമ്മൾ ബ്രേക്ക്, പാർക്ക്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, ബ്രേക്ക്. ഇപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് തെളിഞ്ഞാണ് വീഡിയോ ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാം ഒരുമിച്ച് കത്തുന്നുണ്ട്. അപ്പോൾ ബ്രേക്ക് ചവിട്ടുമ്പോൾ മാത്രം അങ്ങനെ മിന്നി കത്തുന്നുണ്ട്. ബാക്കി എല്ലാം കൂടി നമ്മൾ ഒരുമിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വശം കൂടി ഒന്ന് നമുക്ക് കാണിക്കാം. അതിൻ്റെ ഫ്രണ്ടിലെ ലൈറ്റും കൂടി ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് കാണിച്ച്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇത് കൂടി കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോസും ചെറിയ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സൊക്കെ ആയിട്ട് നമ്മൾ ഇതുപോലെ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഓരോ വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.